ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കിവിടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ്റെ ഒരു ഐറ്റം കാണാം. അപ്പോൾ വീഡിയോ മൊത്തമായിട്ടും കാണണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഓക്കെ, കീപ് വാച്ചിങ് ഗൈസ്. ഇത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, സദ്യ വിളമ്പതല്ല. ഇത് നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലകളാണ്. കാര്യമായിട്ടൊന്നുമില്ല, നമ്മൾ സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അതേ മസാലകൾ തന്നെയാണ് ഇവിടെയും എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് ഇതിൽ ഞാൻ ബോൺലെസ് ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പം ബോൺലെസ് ചിക്കൻ ഇതുപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ കാണുന്ന ആ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിക്ക് ഇതിൽ കുത്തിവെക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സ്റ്റിക്കില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് ഏകദേശം എല്ലാ ചിക്കനും ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞങ്ങൾ ആദ്യം ഒരു മിക്സ് ജാറിലേക്ക് ആദ്യമായിട്ട് ഒരു 1/2 കപ്പ് തൈര് ഒഴിക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ കസൂരി മെത്തി. ഇത് ഉള്ളവർ ഇട്ടാൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല, കുറച്ച് ടേസ്റ്റ് കൂടും, ഉള്ളവർ ഇട്ടാൽ മതി. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതിനുശേഷം 1 ടീസ്പൂൺ തന്തൂരി ചിക്കൻ മസാല, അതിനുശേഷം 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, അതിനുശേഷം 2 ടീസ്പൂൺ ഘീയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് 1/2 ലെമണിൻ്റെ സിറപ്പ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കണം, അതൊക്കെ വീട് വിട്ടുപോയതാണ്. ഓക്കെ, അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ തയ്യാറാക്കിയ മസാല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം. ജസ്റ്റ് ഒന്ന് ചിക്കനൊന്ന് കത്തി കൊണ്ടൊന്ന് വരഞ്ഞ് കൊടുക്കണം കേട്ടോ, ചിക്കൻ്റെ അകത്തേക്കൊന്ന് മസാല പിടിക്കാനാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മസാല പിടിപ്പിച്ച് വെക്കുക. ഓക്കെ, നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മസാല ബാക്കിയുണ്ട്, ജസ്റ്റ് ഒന്ന് ചിക്കൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെക്കുക. ഇനി നമുക്കിതൊരു 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ചിക്കൻ്റെ മുകൾ ഭാഗത്തുള്ള കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുനാഫ ഡോ ആണ്. ഞാൻ മുമ്പ് കുനാഫാൻ്റെ ഇത് ചെയ്തിരുന്നു, കാണാത്തവരത് കാണണം. അതിൻ്റെ വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് ഐക്കാർഡിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ഡോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പൊടിച്ചെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ മസാല റെഡിയാക്കി വെച്ച ചിക്കൻ എടുക്കാം. അതിലേക്ക് മുകൾ ഭാഗത്തൊരു കോട്ടിങ് പോലെ ഈ ഡോ ഒന്ന് വെച്ച് പിടിപ്പിക്കാം. ഇത് കാണുന്ന പോലെ തന്നെ എല്ലാ ചിക്കനിലേക്കും ഇത് ചെയ്ത് കൊടുക്കുക. ഈ കുനാഫ ഡോ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചെറിയ സേമിയ കൊണ്ടും ചെയ്യാം, അല്ലെങ്കിൽ ഓട്സ് കൊണ്ട് ചെയ്യാം. പക്ഷെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്, കുറച്ചും കൂടി ടേസ്റ്റും ആയിരിക്കും. ഓക്കെ, നമ്മൾ കോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനായി ആദ്യം ഫ്രൈ പാനിലേക്ക് എണ്ണ ചൂടാക്കിയ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇടാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും, 10-15 മിനിറ്റിൽ തന്നെ കുക്കായി കിട്ടും. ഇത് ബോൺലെസ് ചിക്കൻ ആയിക്കൊണ്ട് അധികം കുക്ക് ചെയ്യാൻ സമയം എടുക്കില്ല. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഏകദേശം ആയി വരുമ്പോൾ തന്നെ എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിംഗ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ ഒന്ന് വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.